ഇക്കഴിഞ്ഞ ഡിസംബർ 8-നായിരുന്നു ISLന്റെ നടത്തിപ്പവകാശികളായിരുന്ന FSDLന് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനുമായി ഉണ്ടായിരുന്ന ISLന്റെ വാണിജ്യ കരാർ അവസാനിച്ചത്. പുതിയ കൊമേഴ്സ്യൽ പാർട്ണറെ കണ്ടെത്താൻ ഫെഡറേഷന് കഴിയാതിരുന്നതിനാൽ അതേ തുടർന്ന് ഇന്ത്യൻ ഫുട്ബോളിന്റെ ഭാവി തന്നെ ഇരുട്ടിലാകുകയും ചെയ്തു. MRA കരാർ അവസാനിച്ചപ്പോൾ അത് ഇന്ത്യൻ ഫുട്ബോളിനെയും ISL ക്ലബ്ബുകളെയും ഏതൊക്കെ തരത്തിലാണ് ബാധിച്ചിരിക്കുന്നത് എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത്. കരാർ അവസാനിച്ചതോടെ പുതിയ സീസൺ അനിശ്ചിതത്വത്തിലാകുകയും ക്ലബ്ബുകൾ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാകുകയും ചെയ്തു. ക്ലബ്ബുകൾക്ക് സ്പോൺസർഷിപ്പ് കിട്ടുന്നതിന് ബുദ്ധിമുട്ടായി, റിക്രൂട്ട്മെന്റുകൾ നടത്തുന്നത് തടസ്സപ്പെട്ടു, ഇൻവെസ്റ്റ്മെന്റ് നടത്താനായിട്ട് ആരും ശ്രമിക്കാതെയായി, ചുരുക്കത്തിൽ ഒരു പ്രൊഫഷണൽ ക്ലബ്ബ് റൺ ചെയ്യാൻ പോലും പറ്റാത്ത സാഹചര്യമാണ് ഇവിടെ ഉണ്ടായത്. ISL പ്രതിസന്ധിയിലായതോടെ AFC മത്സരങ്ങൾക്ക് യോഗ്യത നേടിയ ക്ലബ്ബുകളുടെ മത്സരങ്ങളും പ്രതിസന്ധിയിലായി. ISL നടന്നില്ലെങ്കിൽ AFC മുന്നോട്ട് വെക്കുന്ന നമ്പർ ഓഫ് മത്സരങ്ങൾ പൂർത്തീകരിക്കാൻ ഇന്ത്യൻ ക്ലബ്ബുകൾക്ക് സാധിക്കില്ല. മാത്രമല്ല, ഫിനാൻഷ്യലി ക്ലബ്ബുകൾ സ്ട്രഗിൾ ചെയ്യുന്നത് മൂലം AFC മത്സരങ്ങൾക്ക് വേണ്ടി നടത്തേണ്ട റിക്രൂട്ട്മെന്റ്, പ്രീ സീസൺ അങ്ങനെ എല്ലാം താൽക്കാലികമായി സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ISL പ്രതിസന്ധിയിലായതോടെ ആരാധകർക്ക് ലീഗിനോടുള്ള താല്പര്യം കുറഞ്ഞതാണ് ഏറ്റവും വലിയ തിരിച്ചടിയായത്. ISLന്റെ കാര്യത്തിൽ ദീർഘകാലമായി ഇതേ പരിതസ്ഥിതി തുടരുന്നത് മൂലം ISLുമായി ബന്ധപ്പെട്ട എൻഗേജ്മെന്റ് വളരെയധികം താഴേക്ക് പോയിട്ടുണ്ട് എന്നാണ് പൊതുവെ വിലയിരുത്തുന്നത്. അതായത് ആരാധകർക്ക് ലീഗിനോടും ക്ലബ്ബുകളോടുമുള്ള താല്പര്യം കുറഞ്ഞു എന്നർത്ഥം. ഇവയൊക്കെയാണ് നിലവിൽ ISL ക്ലബ്ബുകൾ നേരിടുന്ന പ്രതിസന്ധികൾ. ഇതേ സ്ഥിതി തുടർന്നാൽ പല ക്ലബ്ബുകളും അടച്ചുപൂട്ടേണ്ട അവസ്ഥ ഉണ്ടാകുമെന്ന് പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നുണ്ട്. നിലവിൽ പ്രശ്നപരിഹാരത്തിന് വേണ്ടി ISL ക്ലബ്ബുകളുടെ ഓണർഷിപ്പിൽ ലീഗ് നടത്തുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട്. അത് നടന്നാൽ ക്ലബ്ബുകൾക്കും ഇന്ത്യൻ ഫുട്ബോളിനും താൽക്കാലികമായി ആശ്വാസമാകും.